നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഒരു ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഒരു MBA കൂടി നേടണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ട് കേൾക്കണം. ഓർക്കുക, ലോകത്തിലെ തന്നെ മോസ്റ്റ് സോട്ട് ആഫ്റ്റർ PG ഡിഗ്രികളിൽ ഒന്നാണ് MBA എങ്കിൽ തന്നെയും അത് പഠിച്ച ഒട്ടനവധി പേര് തൊഴിൽ രഹിതരായി, അതല്ലെങ്കിൽ വളരെ ചെറിയ ശമ്പളത്തിൽ അല്ലെങ്കിൽ ലോ പ്രൊഫൈൽ ജോലികളിലൊക്കെ ഏർപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഒരു PG ഡിഗ്രി നേടുക എന്നതിലുപരി ഹൈ ഡിമാൻഡുള്ള ഒരു പ്രൊഫഷണലായി മാറണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. ഓർക്കുക, നിങ്ങളുടെ MBAയോടൊപ്പം ഒരു ചെറിയ കാര്യം കൂടി ചെയ്തുകൊണ്ട്, അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു 4 പേപ്പർ എക്സ്ട്രാ പഠിച്ചുകൊണ്ട്, അതും സൗജന്യമായിട്ട് പഠിച്ചുകൊണ്ട് തന്നെ 2 പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ നേടിക്കൊണ്ട് കരിയറിനെ അടുത്ത ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ട് മികച്ച അവസരങ്ങളിലേക്ക് എത്തുവാനായിട്ട് കഴിയും. അപ്പോൾ ആ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഇതൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. PG പഠന അവസരങ്ങൾ വിവിധ മേഖലകളിലുള്ളത് വിശദമാക്കുന്ന ഒട്ടനവധി വീഡിയോകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പ്ലേലിസ്റ്റിൽ പോയി പരിശോധിക്കാവുന്നതാണ്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഹൈ ഡിമാൻഡുള്ള ഒരു MBA പ്രൊഫഷണലായി മാറുവാനുള്ള ഒരു നല്ല മാർഗം നമ്മുടെ IIM പോലെയുള്ള ടോപ്പ് B സ്കൂളുകളിൽ പഠിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഈ CAT, MAT പോലെയുള്ള എൻട്രൻസുകൾ നല്ല സ്കോർ നേടിക്കൊണ്ട് ഇങ്ങനെയുള്ള മികച്ച B സ്കൂളുകളിൽ അഡ്മിഷൻ നേടുവാനായിട്ട് എല്ലാവർക്കും കഴിഞ്ഞു എന്ന് വരില്ല. അപ്പം സിമ്പിളായിട്ട് 4 പേപ്പറുകൾ എക്സ്ട്രാ പഠിച്ചുകൊണ്ട് നിങ്ങളുടെ MBAയോടൊപ്പം തന്നെ ഒരു ഹൈ ഡിമാൻഡായിട്ട് ഉള്ള ഒരു പ്രൊഫഷണലായി മാറുവാനുള്ള അവസരം ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. ഈ MBAയോടൊപ്പം ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ കൂടി പഠിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഓപ്ഷൻ, അതായത് ACCA എന്ന പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ. എന്നാൽ എങ്ങനെയാണ് ഈ 2 വർഷം കൊണ്ട് MBAയോടൊപ്പം ACCA കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിയുക? അതല്ലെങ്കിൽ 13 പേപ്പറുള്ള ACCA ഒരു 4 പേപ്പർ പഠിച്ചുകൊണ്ട് എങ്ങനെ ജയിക്കുവാനായിട്ട് കഴിയും? ഇതൊന്നും അല്ലെങ്കിൽ ഇതെങ്ങനെ സൗജന്യമായിട്ട് പഠിക്കുവാനായിട്ട് കഴിയും? അപ്പോൾ ആ കാര്യങ്ങൾ ഇനി നമുക്കൊന്ന് പരിശോധിക്കാം. അതിന് മുമ്പായിട്ട് എന്താണ് ACCA എന്ന് ഞാൻ ആദ്യം ഒന്ന് വിശദമാക്കാം. ഈ ACCA എന്നുള്ളത് അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഇന്ത്യയിലെ CA ചാർട്ടേഡ് അക്കൗണ്ടൻസി പോലെയുള്ള ഒരു UK പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ ആണിത്. ഇന്ത്യ ഉൾപ്പെടെ ഏതാണ്ട് 180ഓളം രാജ്യങ്ങളിൽ വാലിഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷനാണ്, ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കേഷനാണ് ഈ ACCA എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പഠനത്തിലൂടെ തന്നെ ഇന്ത്യക്കകത്തും വിദേശത്തുമൊക്കെയുള്ള തൊഴിലവസരങ്ങളിലേക്ക് ഒരുപക്ഷെ അല്പം കൂടി പെട്ടെന്ന് നിങ്ങൾക്ക് എത്തുവാനായിട്ട് കഴിയും. ഓർക്കുക, ACCA എന്നുള്ളത് 13 പേപ്പറുകൾ പഠിച്ച് ജയിക്കേണ്ട ഒരു സർട്ടിഫിക്കേഷനാണ്. അത് തന്നെ 3 ലെവലായിട്ടാണ് അവർ നൽകുന്നത്. ഒന്ന് നോളജ് ലെവലുണ്ട്, അത് കഴിഞ്ഞിട്ട് ഒരു സ്കിൽ ലെവൽ പേപ്പേഴ്സ് ഉണ്ട്, ഏറ്റവും ടോപ്പിൽ പ്രൊഫഷണൽ ലെവൽ പേപ്പേഴ്സ് ഉണ്ട്. എല്ലാം കൂടി 13 പേപ്പേഴ്സ്. എന്നാൽ ഈ പലപ്പോഴും നിങ്ങൾ ACCA പഠിക്കുമ്പോൾ ഇതിൽ ചില പേപ്പേഴ്സൊക്കെ നിങ്ങൾക്ക് എക്സംഷൻ ലഭിക്കാറായിട്ടുണ്ട്, ചില പേപ്പേഴ്സ് എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ ചില യൂണിവേഴ്സിറ്റികളിൽ നിന്ന് BCom ചെയ്യുമ്പോൾ ഒരു 6 പേപ്പർ വരെ എക്സംപ്റ്റ് ചെയ്തതായിട്ട് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള BCom പഠനത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട്, അതായത് BCom + ACCA എന്നുള്ള ഓപ്ഷനെക്കുറിച്ച് വളരെ വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ ഞാൻ സൂചിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ I ബട്ടണിലും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. നിങ്ങൾ +2 കഴിഞ്ഞ് BCom ഒക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ ഒരു അവസരം മനസ്സിലാക്കാവുന്നതാണ്. ഇനി ഓർക്കുക, ചില യൂണിവേഴ്സിറ്റികളിൽ നിന്ന്, ചില സെലക്റ്റഡ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് നിങ്ങൾ PG കോഴ്സുകൾ, പ്രത്യേകിച്ച് MBA, MCom ഒക്കെ പഠിക്കുമ്പോൾ ഈ 13 പേപ്പറുകളിൽ 4 പേപ്പറുകൾ, പ്രത്യേകിച്ച് ഞാൻ സൂചിപ്പിച്ച ആ ഹയർ ലെവൽ ഉണ്ടല്ലോ, പ്രൊഫഷണൽ ലെവൽ പേപ്പറുകൾ, അത് 4 എണ്ണം മാത്രം എഴുതി ബാക്കി 9 പേപ്പറുകൾ എക്സംപ്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഈ PG കോഴ്സിനോടൊപ്പം ഡുവൽ സർട്ടിഫിക്കേഷൻ, അതായത് MBAയോടൊപ്പം ACCA നേടുവാനായിട്ട് കഴിയും. ഈ 3 പേപ്പർ എക്സംപ്റ്റഡ് ആയതുകൊണ്ട് തന്നെ പല അഡ്വാൻറ്റേജുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് പണം ലാഭിക്കാം എന്നുള്ളതാണ്. ഓർക്കുക, ഈ ACCA സർട്ടിഫിക്കേഷനൊക്കെയുള്ള എക്സാമിനേഷന് ഓരോ പേപ്പറും എഴുതുന്നതിന് ഫീസ് ഇനത്തിൽ ഏകദേശം ഒരു 10,000 രൂപ വരെയൊക്കെ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം നിങ്ങൾക്ക് ഈ 9 പേപ്പർ എക്സംപ്റ്റഡ് ആവുമ്പോൾ ആ ഇനത്തിൽ തന്നെ നല്ലൊരു എമൗണ്ട് എക്സാം ഫീയിൽ ലാഭിക്കുവാനായിട്ട് കഴിയും. മറ്റൊരു ലാഭം സമയത്തിലാണ്.
സാധാരണഗതിയിൽ MBA നമുക്കറിയാം 2 ഇയർ കോഴ്സാണ്. ഒരു ACC ഒക്കെ നിങ്ങൾ ഒരു 3 വർഷം കൊണ്ടൊക്കെയാണ് അത് മാത്രം പഠിച്ച് തീർക്കാനായിട്ട് കഴിയുക, അല്ലെങ്കിൽ പാസ്സാകാനായിട്ട് കഴിയുക. അപ്പം 2+3 ഇയർ എടുക്കുന്നത് ഒന്നിച്ച് നിങ്ങൾക്ക് 2 വർഷം കൊണ്ട് തീർക്കാൻ കഴിയുകയും ചെയ്യും. അപ്പം പണലാഭമുണ്ട്, സമയ ലാഭവും ഇവിടെ അഡ്വാൻറ്റേജ് ആയിട്ട് ലഭിക്കുന്നു. ഇനി എങ്ങനെയായിരിക്കും ഈ ACCയെ സൗജന്യമായിട്ട് പഠിക്കുവാനായിട്ട് കഴിയുക? നമ്മുടെ കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള ഒരു പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് സർട്ടിഫിക്കേഷൻ ട്രെയിനിങ് സ്ഥാപനമാണ് III കൊമേഴ്സ് അക്കാഡമി എന്നുള്ളത്. കൊച്ചിയിലും കോഴിക്കോടും തിരുവനന്തപുരത്തുമൊക്കെ പ്രവർത്തനങ്ങളുള്ള ഓൺലൈനിലും ഓഫ്ലൈനിലൂടെയും ഒക്കെ ഇങ്ങനെയുള്ള പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് കോഴ്സുകളുടെ കോച്ചിങ് നൽകുന്ന ഒരു സ്ഥാപനമാണ് ഈ III കൊമേഴ്സ് അക്കാഡമി എന്നുള്ളത്. ഇവരാണ് MBA പഠിക്കുന്നവർക്ക് സൗജന്യമായിട്ട് MBAയോടൊപ്പം ACCയുടെ കോച്ചിങ് നൽകുന്നത്. ഓർക്കുക, ഈ 4 പേപ്പേഴ്സ്, പ്രൊഫഷണൽ ലെവലിലുള്ള 4 പേപ്പേഴ്സിന് മാത്രമല്ല, ഈ എക്സംപ്റ്റഡ് ആയിട്ടുള്ള 9 പേപ്പറുകൾക്കും ഇവർ സൗജന്യമായിട്ട് കോച്ചിങ് തരും. കാരണം ഈ ACCA വിത്ത് MBA ഒക്കെ നേടിയതിന് ശേഷം നിങ്ങളൊരു ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ഈ 9 പേപ്പറുകൾ നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഒരുപക്ഷെ ഇൻ്റർവ്യൂവിൽ ചോദിച്ചേക്കാം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ എന്ന നിലയിൽ അവർ അതിലൂടെ ട്രെയിനിങ് നൽകുകയും ചെയ്യും. അപ്പം നിങ്ങളുടെ ACCAയുടെ 13 പേപ്പറുകൾക്ക് നിങ്ങൾക്ക് സൗജന്യമായിട്ട് കോച്ചിങ് ലഭിക്കുകയും ചെയ്യും. എന്നാൽ 4 പേപ്പറുകൾ നിങ്ങൾ എഴുതി വിജയിച്ച് MBAയോടൊപ്പം ACCA നേടുകയും ചെയ്യാം. ഓർക്കുക, ഈ MBAയുടെ ഫസ്റ്റ് ഇയറിലാണ് ഈ 9 പേപ്പറുകൾക്കുള്ള കോച്ചിങ് നൽകുന്നത്. സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ നമുക്ക് പഠിച്ച് പരീക്ഷ എഴുതി വിജയിക്കേണ്ട 4 P ലെവൽ പ്രൊഫഷണൽ ലെവൽ പേപ്പറുകളുടെ കോച്ചിങ് നൽകുകയും ചെയ്യും. അപ്പം 2 ഇയറും കൊണ്ട് MBA പാസ്സായി, അതോടൊപ്പം ACCയും പാസ്സായി, ഡുവൽ സർട്ടിഫിക്കേഷൻ എന്നുള്ള ആ ഒരു മികച്ച അവസരങ്ങളിലേക്ക്, അതിലൂടെ മികച്ച കരിയർ അവസരങ്ങളിലേക്ക് നമുക്ക് എത്തുവാൻ കഴിയുകയും ചെയ്യും. ഓർക്കുക, ഈ MBAക്ക് 9 പേപ്പറുകൾ എക്സംപ്റ്റഡ് ആയിട്ടുള്ള സെലക്റ്റഡ് ആയിട്ടുള്ള ചില യൂണിവേഴ്സിറ്റികൾ, ഉദാഹരണത്തിന് ജെയിൻ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ അമിറ്റി പോലെയുള്ള ടോപ്പ് റേറ്റഡ് യൂണിവേഴ്സിറ്റികളുടെ ഓൺലൈൻ MBA ആയിരിക്കും ഈ III കൊമേഴ്സ് അക്കാഡമിയിൽ നിങ്ങൾക്ക് പഠിക്കുവാനായിട്ട് കഴിയുക. അപ്പോഴും അറിയുക, ഈ ഓൺലൈൻ ഡിഗ്രികൾ അംഗീകൃതമാണ്, UGC അംഗീകൃതമാണ് എന്ന് മാത്രവുമല്ല, ഈ സെലക്റ്റഡ് യൂണിവേഴ്സിറ്റികളുടെ ഓൺലൈൻ ഡിഗ്രികൾ റെഗുലർ ഡിഗ്രി കോളേജിൽ പോയി പഠിക്കുന്നതിനോടൊപ്പം വാലിഡ് ആണ്, സെയിം അംഗീകാരമുള്ളതായിട്ട് UGC അറിയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. ഈ III കൊമേഴ്സ് അക്കാഡമി ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഈ ACCയുടെ കഴിഞ്ഞ സെഷനിൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന പേപ്പറിൽ വേൾഡ് റാങ്കിങ്ങിൽ 3rd ലഭിച്ചത് ഈ III കൊമേഴ്സ് അക്കാഡമിയിലെ ഒരു വിദ്യാർത്ഥിക്കാണ് എന്നറിയുക. ഓർക്കുക, മികച്ച അധ്യാപകർ, ഇൻഫ്രാസ്ട്രക്ചർ, കോച്ചിങ്, സ്റ്റഡി മെറ്റീരിയൽ ഇവയൊക്കെ നിങ്ങളുടെ വിജയത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ള കാര്യം. ഓർക്കുക, EY KPMG പോലെയുള്ള ബിഗ് 4 എന്നറിയപ്പെടുന്ന ലോകത്തെ തന്നെ പ്രമുഖ കൺസൾട്ടൻസി സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ഇൻഫോ പാർക്കിലും ടെക്നോ പാർക്കിലും ഒക്കെയുള്ള ഇങ്ങനെയുള്ള കമ്പനികളിലെ അവസരങ്ങളിലേക്ക് ഒക്കെ ഒരുപക്ഷെ ഈ ഒരു ക്വാളിഫിക്കേഷനിലൂടെ നിങ്ങൾക്ക് എത്തുവാൻ കഴിഞ്ഞേക്കാം. ഓർക്കുക, MBAയോടൊപ്പം ഒരല്പം എക്സ്ട്രാ എഫർട്ടും കൂടി ഇടണം എന്ന് മാത്രം. അപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരവസരം അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിൽ താല്പര്യമുണ്ടെങ്കിൽ ഈ III കൊമേഴ്സ് പോലെയുള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വിവരങ്ങൾ മനസ്സിലാക്കി മാത്രം മുന്നോട്ടേക്ക് പോവുക. ഏതായാലും ഈ ഒരു വീഡിയോ അത് പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ, പ്രത്യേകിച്ച് ഈ ഡിഗ്രിയൊക്കെ ശേഷം ഇനി എന്ത് എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് നൽകാൻ മറക്കല്ലേ. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.